എൻ്റെ ഫാമിലി ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. എൻ്റെ സിസ്റ്റർ മരിച്ചുപോയും അവർ കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കൊച്ചിൻ എയർപോർട്ടിലെ സ്റ്റാഫുകൾ മാത്രം, എൻ്റെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിരുന്നു അന്നത്തെ കാലത്ത് എൻ്റെ ഫാമിലിയുടെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സഹകരിച്ച്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ഹോസ്പിറ്റലിൽ പോകുന്നു, അന്ന് ഞാൻ ചെല്ലുമ്പോൾ തന്നെ അളിയൻ മരിച്ചുപോയി, പെങ്ങൾക്ക് സർജറി വേണമെന്ന് ഇമ്മീഡിയറ്റ്ലി പറയാണ്. അപ്പോൾ അന്നൊരു സൺഡേ ആണ്, ഞങ്ങൾക്ക് പൈസ എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ എയർപോർട്ടിലേക്ക്, അന്ന് രഞ്ജനാണ് ഫോൺ എടുത്തേക്കുന്നത്. രഞ്ജന ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, രഞ്ജനയും വിളിച്ചിട്ട് ഞാനിങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റി, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നതിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 2 മണിക്കൂറിനുള്ളിൽ എയർപോർട്ടിൽ നിന്ന് ആൾക്കാർ വന്ന്, അന്ന് സുരേഷ് ബാബു സാറാണ് സീനിയർ മാനേജർ, അദ്ദേഹത്തിൻ്റെ വൈഫ് വന്ന് അവിടെ വന്നു. ചേച്ചിയുടെ കുഞ്ഞിന് അന്ന് 3 മാസവും ഉള്ളൂ. അവളേക്ക് എടുത്തതും കൊണ്ടു നടന്നതൊക്കെ സുരേഷ് ബാബു സാറിൻ്റെ വൈഫാണ്. എല്ലാ ദിവസവും ഓൺ ഡ്യൂട്ടി ആൾക്കാർ, ഈവൻ ബ്ലഡിൻ്റെ കാര്യത്തിലായാലും വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും കൊച്ചിൻ എയർപോർട്ടിലെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ നിന്നിട്ടാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്.